ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്താ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്ന വ്ലോഗ് നമ്മൾ വിഷുവിന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിന് നമ്മൾ വിഷു കഴിഞ്ഞിട്ട്, അതായത് വിഷുവിന് വീട്ടിലേക്ക് വന്നിട്ടുള്ള പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഏട്ടൻ പിറ്റേ ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അത് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടനും കുട്ടിയൊക്കെ ചായ കുടിക്കണം. ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് വർക്കിന് പോയിട്ടില്ല കേട്ടോ. ഞങ്ങളുള്ള കാരണം ഇന്ന് പോയിട്ടില്ല. ഹാൻഡ്സ് അപ്പ് പറയും ഉണ്ണി, ഹാൻഡ്സ് അപ്പ് പറയും ഉണ്ണിയെ. ഉണ്ണി ഹാൻഡ്സ് അപ്പ് പറയും. അയ്യോ പാവക്കുട്ടിയോട് പാവക്കുട്ടി വെടിവെക്ക് ആൻസപ്പ് പറ. ആ കുട്ടി കൈ കൊന്തിയോട്ടെ. ആ കൈ നോക്കി. അയ്യോ വീണു. വെടിയേറ്റിട്ട് കുട്ടി വീണു. ഇന്റെ പോച്ചാന്ന് ഒന്ന് പോച്ച. ആരെ കുട്ടി മൂക്ക് കേടെടുത്തിയത്? മൂക്കാരെ കേടെടുത്തി? ഒക്കെ മണിമേമ്മ. മണിമേമ്മയുടെ തലയിലാണ് കേട്ടോ. ഈ ഒന്നും ചെയ്തില്ലേ പാവം. ഓ, കുട്ടി എടുത്തിട്ട് അമ്മ എങ്ങടാ? ഇത് കുട്ടിയുടെ കുട്ടിയാ? അമ്മയുടെ കുട്ടിയാ? അതെ, ഈ കുട്ടിയുടെ അമ്മ. ആ, കുട്ടിയുടെ അച്ഛന്. ചൂടുണ്ടോക്കുന്നിട്ട് കുറച്ചേരം വെച്ച തന്നെയാണ്. ഏയ് കാലും വാക്കല്ലേ. ഇവിടെ വന്ന് അവളെ ഒറ്റയ്ക്ക് തിന്നും. ചാടാടി ഒറ്റയ്ക്ക് തിന്നും, പായസം ഒറ്റയ്ക്ക് തിന്നും. അവിടെ നിന്ന് തിന്നും, പക്ഷെ നിലത്ത് കൊടുക്കണ്ട. പക്ഷെ അത് എപ്പോഴും ഇല്ല. ആ ശരിയാണ്, ഉടുപ്പിട്ട് കൊടുത്ത. ആദ്യം ഇടാറില്ല. വീഡിയോ എടുക്കണ്ട വെച്ചിട്ട് ഉടുപ്പിട്ടതാണ്. ആ ഇത് കുടിക്ക്, പായസം കുടിക്ക്. ആ പാട്ടൊന്ന് പാടി തരുമോ? അയ്യോ, ഏതാണ്? നെറ്റിമേലെ പൊട്ടിട്ടാലും. അത് പാടുവോ ഉണ്ണി? ഉണ്ണി നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടു ചുറ്റിപ്പൂ വച്ചാലും. അവർ തിന്നാൻ പാടില്ല പറയും. ഈച്ച, ഈനീച്ച, ഈനീച്ച അല്ല ഈച്ച, തേനീച്ച എന്നോള് പറയണത്. മണിമേം കൊടുക്കുന്ന ആള് പറഞ്ഞു. ആ അവിടെ നിന്ന് എത്തുമ്പോ പറഞ്ഞു.
അങ്ങനെ അത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് ചോറ് കൊടുത്തിട്ട് ഞങ്ങളും ചോറിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അച്ഛൻ്റെ കൃഷിയുടെ വീടിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു പെട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യണത്. മണ്ണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ടിട്ടാണ് ബാക്കിൽ അങ്ങനെ അച്ഛൻ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പയറിൻ്റെ കൃഷിയാണ്. പിന്നെ അപ്പുറത്ത് തക്കാളി, വെണ്ടയ്ക്ക അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഓരോരോ 1-2 തൈയൊക്കെ ആയിട്ട് ഒരു ഇത് എല്ലാതും ഉണ്ട്. പിന്നെ ചീനമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പയർ പൊട്ടിച്ചതാണ് കേട്ടോ ഇത്. എന്താ പയറല്ലേ? പൊട്ടിക്കാറായിരുന്നു. ഇതെന്താ തോന്നിക്കുന്നു? ആ ചേട്ടി കൊടുക്കണ പൊട്ടിക്ക് മരം പൊട്ടിക്ക് പറഞ്ഞോള്. ഇതെന്താ ഉണ്ണി? തക്കാളി. ഇതെന്താ? ചീനമുളക്. ഇത് ചീനമുളക് ഉണ്ടോ? മുളക് ചീനമുളക് ഉണ്ടോ പഴുത്തിക്കണ്? ഇത് വാർപ്പിൻ്റെ സൈഡിലുള്ളതാണ് കേട്ടോ അലോവേര ഞാൻ വെച്ചതായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തൈ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഇപ്പം ഇങ്ങനെ ഉണ്ടായി പോയിട്ട് ആ ഒരു കവറിൽ അതിന് മാത്രമേ നിൽക്കാൻ സ്ഥലമുള്ളൂ. അപ്പോൾ ചെറുതൊക്കെ ഇങ്ങനെ പറിച്ച് വയ്ക്കും, ചിലതൊക്കെ നേരാവണുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ മേലെ ടെറസിൻ്റെ മേലെ ഉണ്ടായിരുന്ന കയ്പ കൃഷിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വെള്ളരിക്കയാണ്, വിഷുവിന് വേണ്ടി ചെയ്തതായിരുന്നു, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. കായൻ അതൊന്നായി 1-2 ഉണ്ടായി പറഞ്ഞു, അല്ലാണ്ട് നല്ല രീതിക്ക് അത് ഉണ്ടായില്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് മുറ്റത്തുള്ളതാണ് കേശവർദ്ധിനി, അങ്ങനെ എന്തോട്ടാണ് ആ ചെടിയുടെ പേര് കേട്ടോ. ഈ മുടിയുടെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ചെടിയാണത്. അത് എണ്ണ കാച്ചാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇതാ ഇവിടെയും ചീനമുളകൊക്കെ ഉണ്ട്. പിന്നെ ഇത് അച്ഛൻ വെച്ചൊരു വാഴ കേട്ടോ. ഈ വാഴ വേറെ ഏതോ ഒരു പേരാണ്, ഞാൻ മറന്നുപോയി. പിന്നെ ഇതാ അച്ഛൻ വെച്ചത് തന്നെയായിരുന്നു ഈ അടയ്ക്ക. ആ അടയ്ക്ക ഉണ്ടാവാനായത് പൂത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത് പൂക്കണത്. പിന്നെ ഇതാ ഇത് വെച്ചിട്ടുണ്ട്, തെങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു മാവും പ്ലാവും ഒക്കെ വെച്ചിട്ടുണ്ട്, അത് പ്ലാവാട്ടോ. പിന്നെ ഇതാ മുരിങ്ങയുടെ ഇല ഇവിടെ പിടിക്കണുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിങ്ങനെ കവറിലല്ല എന്താ ചാക്കിലൊക്കെ ആക്കിയിട്ട് മണ്ണ് നിറച്ച് വെച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ അങ്ങനെ ചെയ്തപ്പോൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു മാവും തൈ. പിന്നെ ഇവിടെ തെങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഓമക്കായ. പിന്നെ അത് ഇവിടെ ഒരു വാഴ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വഴുതനങ്ങയും ചീനമുളകൊക്കെയാണ് കേട്ടോ ഫ്രണ്ടിൽ. അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു വെക്കാൻ, അപ്പം അതിനൊന്നും കായില്ല. അപ്പോൾ ഒരു ഉപ്പേരി വെച്ചതാണ്. അങ്ങനെ അത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് പഴയൊരു പെട്ടി എടുത്ത് നോക്കിയതാട്ടോ. അപ്പോൾ അതിൽ കുറേ പഴയ പൈസകളുണ്ട്. അപ്പോൾ ഞാനത് ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുണ്ട് 10 പൈസ. അതൊക്കെ ഈ 10 പൈസ ഒന്നും ഞാൻ ഉപയോഗിച്ചതായിട്ട് ഓർക്കണില്ല. അപ്പോൾ ഒക്കെ അതില്ല, നിർത്തല. ഞാൻ 25 പൈസ 50 പൈസ അതൊക്കെ തൊട്ടിട്ടാട്ടോ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു 10 പൈസ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ പിന്നെ കുറച്ച് അറബി പൈസകൾ കിട്ടോ, അതും ഉണ്ട്. എന്താ നാണയങ്ങളും ഉണ്ട്. ഇതെനിക്ക് പണ്ട് ഏട്ടൻ തന്നിട്ടുണ്ടായിരുന്നു ഒരു ഇതാട്ടോ, പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ള പണ്ടത്തെ കേട്ടോ. അപ്പോൾ അതും ഞാനിങ്ങനെ ഏട്ടന് കാണിച്ചെടുക്കുമായിരുന്നു.
അതപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അനിയൻ എന്താ കക്ക ഒക്കെ പിടിക്കാൻ പോയിരിക്കായിരുന്നു കേട്ടോ, ഫ്രണ്ട്സും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഉണ്ണി വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തോ ഒരു പരാതിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി ഇതാ ഇപ്പോൾ ഒരു പ്രാവശ്യം മെയിൽ കഴുകിയിട്ടാണ് നിൽക്കണം കേട്ടോ. വീണ്ടും ആ ഡ്രസ്സ് വേണമെന്ന് വാശി പിടിച്ചാൽ അതൊക്കെ ഇട്ടിട്ട് മെയിൽ കഴുകിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളിപ്പോൾ ഓരോ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നോ എന്ന് പറയും, നോ അല്ലെങ്കിൽ എസ് പറയും. അപ്പോൾ അത് അവൾ എസ് പറയണം, ഡ്രസ്സ് പറഞ്ഞു, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അത് കാണിക്കുകയാണ് എന്താ കൊടുന്നിക്കണമെന്നൊക്കെ നോക്കുക. ഒരു വടി പിടിച്ച് നിൽക്കുക അവിടെ. എന്തോ ഒരു കേസ് മാമനോട് പറയുക കേട്ടോ, അങ്ങനെ പറയായിരുന്നു. ആ വടി പൊക്കണേന്. അയ്യോ അതവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടെ തടയണേ. എക്സസൈസ് ചെയ്യണം കുട്ടി. ഉണ്ടോ ഫോണില് കണ്ടുകൂടെ തോന്നണത് ഇത് ഇങ്ങനെ കാട്ടുണ്ട് ഇടയ്ക്ക്. എക്സസൈസ് ചെയ്യുന്ന വല്ല വീഡിയോ കണ്ടിട്ടുണ്ടാവും. അയ്യോ ഇങ്ങനെ അടിക്കില്ലേ. അപ്പോൾ അത് അവൾ വടി വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടിട്ട് അച്ഛൻ്റെ ഒരു ബുദ്ധി കേട്ടപ്പോൾ ഇത് അച്ഛൻ എന്തോ പോയി കൊത്തണ സൗണ്ട് ഞാൻ കേട്ടു. അപ്പോൾ ഇത് കൊടുന്നിട്ട് വെച്ചിട്ട് കൊടുത്തിരിക്കുക കേട്ടോ, എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ ഓ അങ്ങനെ രണ്ട് തറ്റത്ത് പിടിക്കേ. കണ്ണാടി നോക്കിട്ട് ചെയ്ത ഒറ്റ കയ്യിൽ പിടിച്ചു വരണ നോക്ക്. ഇതാണ് എന്നൊക്കെ പറഞ്ഞത്. അനക്ക് മനസ്സിലുണ്ടാക്കട്ടെ കുട്ടിക്ക്. ആ കണ്ടു. പിന്നെ അത് അച്ഛൻ അടുത്തത് സാധനം ഉണ്ടാക്കുക കേട്ടോ. അതൊരു വടിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ കൊത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയായിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് അത്രേ. അപ്പോൾ അതങ്ങനെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ നേരാക്കി നിന്നു കേട്ടോ. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്പിൽ ഒരു പകുതിയോളം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചധികം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. ആദ്യം അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷെല്ലിൽ നിന്ന് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കളയാനുണ്ട്, അതിനാണ് നല്ല സമയം എടുക്കുക. നമ്മൾ കുറേ സമയം നിന്നിട്ടാണ് കേട്ടോ. ചിലതൊക്കെ നല്ല അത്യാവശ്യം വലിയ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്തു. പിന്നെ വിഷുവിൻ്റെ ബാക്കി പടക്കരിക്കുന്നതൊക്കെ പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഉണ്ണിയും എല്ലാവരും കൂടിയിട്ട് കുട്ടി പൂത്തിരി എത്തിക്കുക. കൊണ്ടുപോയേ ഇതെന്തൊക്കെയാണ്? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടനും വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ കക്കയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ഇപ്പോൾ കൊടുക്കുകയാണ്. ഉണ്ണിക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ നേരത്താട്ടോ ഉണ്ണിയെ വീണ്ടും ഒന്ന് മേലെ കഴിച്ചത്. വൈകുന്നേരത്ത് മേലെ കഴുകിച്ചിട്ടാണ് വീണ്ടും ആ ഡ്രസ്സ് വേണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇട്ടിട്ട് അങ്ങനത്തെ വൈകുന്നേരത്ത് മേലൊക്കെ കഴുകിയിട്ട് ഉണ്ണി ഇതൊക്കെ കളിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.